Cutie, the hand wash presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amrtaveni Lice Kit, co-powered by Rajakumari Group. ശ്വേത ചേച്ചി ഒന്ന് ചുറ്റും നോക്കുവാണെങ്കിൽ ഇന്ന് ഭീകരമായ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് ഒരു പിടി മേളിലേക്ക് നിൽക്കും. ആണോ? എന്തേ? കാരണം ചേച്ചി ഇന്ന് നമ്മുടെ ടീംസ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത് ഗേൾസ് വേഴ്സസ് ബോയ്സ്. പവർ 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 വരാൻ പോവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്ന എന്താണെന്നറിയോ? ശക്തി, ബുദ്ധി, സൗന്ദര്യം, ബുദ്ധി, കഴിവ്, ഇതൊന്നും ഇല്ലാത്തവരും ഇതെല്ലാം തികഞ്ഞവരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നിൽക്കുന്ന 3 മാമിമാരുടെ ബലത്തിൽ ഇറങ്ങരുത്. നിങ്ങൾ പരാജയപ്പെട്ടു പോവും. നമ്മളും നമ്മളെ പിള്ളേരും സ്ട്രോങ് ആണ്. ഫോർ എക്സാമ്പിൾ ദ ബിഗ് ബാങ് ബോയ്സ്. അങ്ങനെ കൊണ്ടായിരുന്നോ? ചേട്ടാ, കഴിഞ്ഞ വർഷം തന്നെ നടു ഉളുക്കിയിട്ട് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയത് നമ്മളാണ്. ചുമ്മാരി അത് ഞാൻ കിടന്ന് ശരിയാക്കിട്ടു. ഈ പ്രായത്തിൽ ഇതൊന്നും പറ്റത്തില്ലേ? വെറുതെ ഒരു കാര്യം പറയാം, ഞങ്ങളെ കയറി ചൊറിയാൻ വരരുത്. ഞങ്ങൾ എല്ലാവരുടെ കയറി അങ്ങ് മാന്തും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. ഞങ്ങൾ പെമ്പിള്ളേരുടെ ശക്തി കാണിച്ചോട്ടെ. എടാ ഒന്ന് കാണിച്ചോറ, വെറുതെ ചെറുത് മതിയേ, വലുത് പിന്നെ. ദ ബിഗ് ബാങ് ബോയ്സ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലടാ, അവിടെ ഒരു സീറ്റിൽ ആള് പോലും. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് അവിടുത്തെ സീറ്റ് ആരെ കൊണ്ടുവച്ച് നിങ്ങൾ ഫില്ല് ചെയ്യും? എലീന പഠിക്കല്ലേ. പക്ഷേ നമ്മുടെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരുന്ന ആരാന്നറിയാമോ? ചേച്ചിക്ക് ആളെ അറിയായിരിക്കും. കാര്യം വലിയ വലിയ ആൾക്കാർക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ചേച്ചിക്ക് അറിയാന്ന് പറഞ്ഞു. മലയാള സിനിമയിൽ ശ്വേതാ മേനോൻ അല്ലാതെ വേറെയുമുണ്ട് മേനോന്മാർ. അല്ല ബിജു മേനോനാണോ? അല്ല അല്ല. പക്ഷെ വരാൻ പോണ ആരാ? അനൂപ് മേനോൻ. എന്റെ കസിൻ. വളരെ അധികം തിരക്കുണ്ടായിട്ടും ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും മോനെ വരാലോടാ എന്ന് പറഞ്ഞു ഓടി വന്ന നമ്മുടെ അനൂപേടൻ. നമുക്ക് വെൽക്കം ചെയ്യാം അനൂപ് മേനോൻ. അനൂപേട്ട ഇങ്ങോട്ട് വരൂ. അനൂപേട്ട ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരും നോക്കട്ടെ ഈ അനൂപേട്ടനെ. എന്റെ ബ്രദറാണ്, ഇങ്ങോട്ട് വരൂലോ. കുറെ നാളായി ടെലിവിഷനിൽ അപ്പിയർ ചെയ്തിട്ട്. അത് ഫോക്കസ് ഔട്ടാണ്, കുറച്ച് ബാക്കിലേക്ക് വെക്കോ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. മോശം മോശം മോശം, വളരെ മോശം. ഇതാരും ചതിച്ചതാണ് അമൃത TV. ചേച്ചി പറഞ്ഞു നിങ്ങൾ ഗസ്റ്റ് അനൂപ് മേനോനാണ്. ചേച്ചി, നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പൊ കേസ് കൊടുക്കാം. ഇപ്പൊ പിടിച്ചാൽ നമ്മളെ ഷോയും രക്ഷപ്പെടും. ഒരു ഗസ്റ്റിനെ വിളിച്ചു കൊടുത്ത് അവമാനിക്കുന്നത്. ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ സമ്മർ ടൈം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോകുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ പല വേഷങ്ങളിലും കെട്ടി ഓരോ ആൾക്കാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് വരും. മക്കളെ നിങ്ങൾ കൂടെ പോകരുത്, ഫോട്ടോ എടുക്കരുത്. അങ്ങനെ ഒരു വക കാര്യങ്ങൾക്ക് അപ്പൊ തന്നെ അമ്മേനെ അച്ഛനെ വിളിച്ച് ഇൻഫോം ചെയ്യാം. അതിന്റെ ഒരു മാതൃകയായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് ഒത്തില്ല. ഇത് ഒത്തല്ല, നിങ്ങൾ പറയുന്നില്ല. സൂക്ഷിച്ച് നോക്കല്ലോ, ഒന്ന് പാളി നോക്കി വിട്ടാണ്. എല്ലാരും അങ്ങോട്ട് നോക്കി. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 നോക്കി വിട്ടോ. പാളി അങ്ങോട്ട്. ഏത് പാളി കൂടെ നോക്കിയിട്ട് അനൂപേനോന്റെ കട്ടില്ല ഏട്ടാ. സോറി. ഉറപ്പാണ്? ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ വേണ്ട, വേറൊരു പാട്ട് ഇടൂ, ഞങ്ങൾ പോട്ടെ. വയറ് ഒതുക്കുന്നില്ല കേട്ടാ. ഈ മോഹൻലാലൂടെ ഇല്ലായിരുന്നു ഇവിടെ 3 അഴിവിയെ ശമം വീണല്ലോ. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയണ ഇങ്ങനെയും വേഷം കെട്ടിയ ആൾക്കാർ വരും ലാലേട്ടനാന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ വീഴരുത് കൈസ്, അതിൽ നിങ്ങൾ വീഴരുത്. ഇത് പറ്റില്ലേ? കുഴപ്പമില്ല. ഇത് ഏറ്റെങ്കിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
അങ്ങനെ തലയ്ക്ക് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ സ്കിറ്റ് ആണ്. ഇത് പറഞ്ഞുകൊണ്ട് ഗൈസ് നയൻതാര പോകുന്നപ്പോ കാണാൻ പറ്റും. എവിടെ എവിടെ വിളിക്കല്ലേ, എനിക്ക് സയന്റിസ്റ്റ് ആണ്, വരാൻ പറ്റൂല പ്ലീസ്. സയന്റിസ്റ്റ് അല്ല, സയന്റിസ്റ്റ് ആണെന്ന്, തലവേദനയാണെന്ന്. അത് സൈനസൈസൊക്കെ പോയി. സൈനസൈറ്റിസ്. വന്നിട്ട് അതല്ല ഇതല്ല എന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. വാ. ഇപ്പൊ നോക്കിയോ ആ വളവിട്ടൊരു നയൻതാര ആരെങ്കിലും അടിച്ചു കൊല്ലും. നയൻതാര പോണോ അങ്ങോട്ട്? മ്യൂസിക് എന്ന് പറഞ്ഞേ. ഇട്ടാണ് മ്യൂസിക് ഇല്ല. മ്യൂസിക് ഉണ്ട്, ഇപ്പൊ ഇടും. നടന്നോ? ഇല്ലടാ, ചെന്നൈന്ന് വിഘ്നേശ്വരൻ പറഞ്ഞു നിനക്ക് ഇപ്പൊ മ്യൂസിക് സ്കിറ്റ് വരട്ടെ. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ. പ്രിയ കലാസ്നേഹികളെ, പ്രിയ കലാസ്നേഹികളെ, തിരുവനന്തപുരം ഓയാസിന്റെ 12ാമത്തെ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഫോണ 1 നമ്പർ. ഫോൺ മാനിയെ ബാധിച്ച ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നു. ആരെങ്കിലും എത്തുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. നീയാ? നിന്നോടാരാണ് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞത്? ഞാൻ വീട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ല അത് ഇങ്ങോട്ട് കോൾ ചെയ്യരുതെന്ന്. ഇവിടെ വൈഫൈ ഉണ്ട്. അതല്ല, എന്റെ വൈഫിന്റെ എന്റെ പുറകിലാണ്. അവളെങ്ങാനും കണ്ടുപിടിച്ചാലുണ്ടല്ലോ എന്റെ ഡിസ്പ്ലേ ഇളക്കി ദൂരെ കളയോള്. അത്രക്ക് ബില്ലത്തിയാണോള്. വന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓ, അപ്പോഴേക്കും വലിച്ചങ്ങ് തീർത്ത്. ഒരു സിഗരറ്റിന് വില എന്താണെന്നറിയാമോ? നശിപ്പിക്കാനായിട്ട്. ഏത് ലൈനാ വിളിച്ചത്? നിങ്ങളോടാ ചോദിച്ചത് ഏത് ലൈനാ വിളിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാ ആ ഫ്ലൈറ്റ് മോഡിലാക്കി സൈലന്റ് ആയിട്ട് ഇരുന്നോളും. നിങ്ങളോടാ ചോദിച്ചത്, ഒന്ന് പറ. ശ്രീ, നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ഏത് ഓൺലൈനാണ് വിളിച്ചതെന്ന്. അതൊരു മിസ് കോൾ ആയിരുന്നു. ഓ, മിസ്സാണോ അതോ ഏതെങ്കിലും മിസ്സിസ് ആണോ? നിനക്കെന്താ ജിപേ പിടിച്ചോ? നിങ്ങൾ വലിയ സ്മാർട്ട് ഫോൺ ആവണ്ട. നിങ്ങളുടെ ഫോണിലേക്ക് ആരാ വിളിച്ചെന്നേ ഞാൻ ജെമിനി ആപ്പിനോട് ചോദിച്ചോളാം. എന്റെ ശ്രീ, നീ എന്റെ മൈഫോൺ അല്ലേടി? നിനക്കറിയാമോ, എന്റെ മനസ്സിൽ ഒരു പാറ്റേൺ ലോക്ക് വിട്ട് ഞാൻ ലോക്ക് ചെയ്ത് വെക്കാറില്ല. അതെപ്പോഴും തുറന്നു കിടക്കും. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും ഇറങ്ങി പോകാം. അപ്പൊ നിങ്ങൾ ശരിക്കും ട്രൂ കോളർ ആണല്ലേ? 100%. എങ്കി പറ, ആരാ വിളിച്ചതെന്ന്. അതാ സ്ക്രീൻ സേവറിന്റെ ഭാര്യ ഗാലക്സി. എന്തിനു വിളിച്ചു? അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ റീല് ഞാൻ ഷെയർ ചെയ്യണമെന്ന്. എന്തിനാ അവളുടെ റീലൊക്കെ ലൈക്ക് ചെയ്യുന്നത്? അത് ഞാൻ ലൈക്ക് ചെയ്തില്ലല്ലോ, ഞാൻ അത്രക്കാരനല്ല. പിന്നെ കമന്റ് ചെയ്തു. പെണ്ണുങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യല്ലേ? ഓ, എന്തൊരു കൃത്യസമയത്ത് നിന്റെ ആങ്ങള എന്റെ അളിയന്റെ ഇൻകമിങ് ഉണ്ടല്ലോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. നിന്റെ പല്ലെന്താടാ പല കളറിലിരിക്കുന്നേ? അപ്പോളേ ഞാൻ മരുന്ന് വിളിച്ചത് കുറച്ച് ഞാവൽപ്പഴം കഴിച്ചു. അപ്പോൾ പല്ല് മുഴുവൻ ബ്ലൂടൂത്ത് ആയി. അളിയ, ആ ബ്ലൂടൂത്ത് ഡിവൈസിന്റെ നെയിം ഒന്ന് പറയണേ. അളിയന ഡിവൈസ് ഓപ്പൺ ചെയ്യാനായിരിക്കും. അതെ. അല്ല, നിന്റെ കയ്യിൽ സെറ്റിന്റെ ആപ്പിൾ ആണോ? ഇല്ല, ഇത് ആപ്പിളിന്റെ സെറ്റാണ്. അപ്പോളേ ഞാൻ വന്നപ്പോ പോലും ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. വീടിന്റെ പരിസരങ്ങളിലെ ചില ലൈറ്റുകളുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞു കിടക്കുന്നു. എന്താ അങ്ങനെ? എടാ, സംഭവം എന്താണെന്നറിയാമോ?
ആ സൈഡിലെ യൂട്യൂബ് അത് ഇതായി പോയതാണ്, ഫ്യൂസ് ആയി പോയതാണ്. അതൊന്ന് മാറ്റി പുതിയ യൂട്യൂബ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. എടാ നിന്റെ കാലിലെ ചെളി മൊത്തം ഈ തറയിൽ ഫീഡായി. ആ പുറത്ത് ഒരു ഫോർമാറ്റ് ഇട്ടേക്കുന്ന കണ്ടില്ലേ, അതിൽ തുടച്ചിട്ട് കേറി വന്നൂടായിരുന്നോ? എങ്ങനെയാടി അവൻ പഠിച്ചതല്ലേ പാടുള്ളൂ. അപ്പോളേ ഓ ഇതാണ് യഥാർത്ഥ റിയൽമി, യഥാർത്ഥ ഞാൻ. അപ്പോളെ എന്തോ വയറ് വല്ലാതെ വിശക്കുന്നു, ഗാലറി കാലിയാണ്. മോട്ടറോളുണ്ട്. മോട്ടറോളയോ? മുട്ടറോള്. മുട്ടറോള്. ആ മുട്ടറോൾ ഓർത്ത് അളിയൻ സ്വപ്നം കണ്ട അത് മൊത്തം ഞാൻ എന്റെ ഗാലറിക്കുള്ളിലാക്കി. കണ്ണി കണ്ട എല്ലാ സാധനവും വാങ്ങിച്ച് തിന്നുന്നോണ്ടാണ് ഈ ഗാലറി എപ്പോഴും കംപ്ലൈന്റ് ആവുന്നത്. കേട്ടോടാ, കഴിഞ്ഞ ആഴ്ച ഇങ്ങേരുടെ ഔട്ട് ഗോയിങ് മൊത്തം ലൂസായിരുന്നു. ഞങ്ങൾ ഇമോഷണൽ ആവാ. മോഷന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. എങ്ങനെ ഇമോഷണൽ ആവാതിരിക്കും? പിന്നെ എടാ അകത്ത് അപ്പവും വെജിറ്റവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാ, കുറച്ച് ഇൻസ്റ്റാഗ്രാം ഉപ്പ് ഇട്ട് തട്ടിക്കോ. അപ്പം അപ്പം ഒട്ടും അപ്ഡേറ്റ് ഇല്ലാത്ത അപ്പം ആർക്ക് വേണം? അപ്പം എനിക്ക് വേണം. എന്റെ ഗാലറി ഞാൻ നിറച്ചോളാം. എന്റെ ഗാലറി വേറാ. ശ്രീ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോ ഫോൺ നോക്കരുതെന്ന്. ഇത് കണ്ട, ഉപ്പുമില്ല, മുളകുമില്ല, എരിവുമില്ല, പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കുന്ന പോലെ ഉണ്ട്. അതെ, നിങ്ങൾക്ക് കുടിക്കാൻ തന്ന വെള്ളത്തിൽ നിങ്ങൾ ഭക്ഷണം മുക്കി കഴിച്ചിട്ട് എന്നെ കുറ്റം പറയണ്ട. ആദ്യം ആ ഫോൺ എടുത്ത് മാറ്റ്. എന്നെ നിലയ്ക്ക് നിർത്താൻ വരണ്ട കേട്ടോ. എടി, നിന്നെ നിലക്കിർത്താൻ വലിയ പാടൊന്നുമില്ല. അതേത് മരക്കഴുത്തക്കും പറ്റും. അതുകൊണ്ടാണല്ലോ എന്റെ പെങ്ങളെ ഞാൻ അളിയന്റെ ഹാൻഡ്സെറ്റിൽ വെച്ച് തന്നത്. എടാ ഇങ്ങോട്ട് വന്നേ. എന്താ പെങ്ങളെ? നിനക്കൊരു ജീവിതം വേണ്ടേ? അപ്പൊ നിന്റെ ജീവിതമൊക്കെ ഷെയർ ചെയ്ത് സെറ്റ് ആവാൻ ഒരാള് വേണ്ടേ? എടാ, ഇടയ്ക്കൊക്കെ ഈ ഫോണൊന്ന് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെറ്റ് അടിച്ചു പോവും. അതായി പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു പെണ്ണ് കാണാൻ പോയി. അവള് സോഫ്റ്റ്വെയർ ആയിരുന്നു. വയറിലാണോ നോക്കി? അതല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. എടാ അത് വിട്ടേക്ക്, നീ വേറൊരു കല്യാണം കഴിക്ക്. എന്നിട്ട് വേണം നിങ്ങളെ പോലെ ഇങ്ങനെ ജീവിതം മുഴുവൻ ഹാങ്ങായിട്ട് നടക്കാൻ. എന്നെ കൊണ്ട് പറ്റൂല. ജീവിതം അമ്മ അടി പിടിയും ബഹളമൊക്കെ ഉണ്ടാവും. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പൊ തന്നെ ഈ ഫോണൊന്ന് ഹാങ് ആയി, അല്ലെങ്കിൽ ഈ ഫോണിൽ കുഞ്ഞു കുഞ്ഞു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കുഞ്ഞു കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ അതവിടെ തീരും. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണ്. പരസ്പരം അടിപിടി നടക്കുമ്പോ ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മിണ്ടാന്ന് സൈലന്റ് മോഡിൽ 10 മിനിറ്റ് കഴിയുമ്പോ ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീരോടാ. അതല്ലേ ഉള്ളൂ ഇതൊക്കെ. ഓപ്പോളെ അളിയാ, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ഓരോ റൂമിലിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. എപ്പോ നോക്കിയാലും ഈ കുടുംബത്ത് ഫോൺ മാനിയ, ഫോൺ മാനിയ, ഫോൺ മാനിയ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബമായിട്ട് ഞാൻ ലിങ്ക് ആകുന്നു. എന്റെ കയ്യിലും ഈ ഫോൺ മാനിയാണ് ഇപ്പോ. അറിയാമോ? എടാ, നിനക്കറിയാമോ, മൂത്തവനെ AI പഠിച്ചോണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം അവൻ ഇവളുടെ ഫോട്ടോ രാക്ഷസിയാക്കാനായിട്ട് AI ചെയ്യാൻ കൊടുത്ത്. എന്നിട്ട് പക്ഷെ ശരിയായില്ല. അത് ശരിയാകാൻ വേറൊന്നുമല്ല. ഈ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ AI ഇങ്ങോട്ട് പറയണേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാരമില്ല പെങ്ങളെ. എന്റെ വൈഫൈ കട്ടായി. നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്നുണ്ടോ? അയ്യോ, എന്റെ വൈഫൈയും കട്ടായിട്ടാ. നിന്റെ നോക്കിയടാ. പറഞ്ഞ പോലെ എന്റെ വൈഫൈയും കട്ടായല്ലോ. എന്ത് പറ്റി? അല്ല ശ്രീ, നിന്റെ തെറ്റത്തും തൂറ്റിയാണ്. അതിന്നാള് വാതിലടിച്ച് മുറിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. അയ്യോ, നിങ്ങളുടെ താടിയൊക്കെ നരച്ചല്ലോ. ബെസ്റ്റ് 2 വർഷമായി നരച്ചിട്ട്. ഇപ്പോഴാണ് നീ ഇത് അറിയണത്. ഈ ഫോണും പിടിച്ചു നടന്നപ്പോ ഓർത്തില്ല. ഇപ്പോഴാണ് കുറെ നാളായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നതല്ലേ. എങ്ങനെ നന്നാകും എന്റെ അളിയാ, ഒന്നും പറയണ്ട. ആരടിയത്? ആരാന്നാ? അത് നമ്മുടെ മോൻ. നിങ്ങൾക്ക് മനസ്സിലായി? ഇത്രയും വലുതായ ആദ്യമൊക്കെ വെച്ച് എനിക്ക് പിടികിട്ടിയില്ല. പിടികിട്ടിയില്ലേ? അപ്പൊ ചെറുതൊന്നുണ്ട്. അതെപ്പോ സംഭവിച്ചു? അറിയില്ലല്ലേ ഒന്നും. ഓർക്കണം, കറണ്ട് പോകുമ്പോൾ പവർ ബാങ്കിൽ ചാർജ് കുത്താൻ പിന്നെ കുത്തുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നാലും ആരാണ് ഈ വൈഫൈ കട്ടാക്കിയതെന്നാണ് ഞാൻ. ഈ വീട്ടിലെ വൈഫൈ കട്ടാക്കിയത്? അയ്യോ, അമ്മാവൻ.
അമ്മാവനാണ് വൈഫൈ കട്ടാക്കിയത്? ഞാനാണ് കട്ടാക്കിയത്. എന്ത് കാര്യത്തിലാണ് അമ്മാവ് ഈ വീട് നിലച്ചുപോയി? നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ എത്ര നാളായെന്നറിയോ? മുകളിൽ കയറുന്നു ഇറങ്ങുന്നു, മുകളിൽ കയറുന്നു ഇറങ്ങുന്നു. ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യട്ടെ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കണ്ടേ. എല്ലാവരും ഫോണിൽ തന്നെ, ഫോണിൽ. അതുകൊണ്ടാണ് ഞാൻ വൈഫൈ ഓഫ് ചെയ്തത്. ശരി പറ, അമ്മാവൻ എന്താണ് വേണ്ടത്? കാര്യം പറ. എന്താണ് വേണമെന്നോ? എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ടാണ് 3 ദിവസമായടാ ഇതിന്റെ ചാർജ് തീർന്നിട്ട്. ഇപ്പൊ ഇത് എന്ത് കാര്യത്തിലാണ് ചാർജ് ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാടാ? ഫോണാ 1 നമ്പർ. Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. Yay! Girls team, are we ready? Yeah! Girls team എന്ന് വിളിച്ചപ്പോൾ അവിടെ ഒരു ബോയ് യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാം, പ്രശ്നമില്ല. ബോയ്സ് ടീം റെഡി. ആരാണ് ഈ ബോയ്സ്? ഏതാണ് ഈ ബോയ്സ്? ഞാനാണ് ബോയ്. നമ്മളെ പൂക്കി ടീമിനെ കണ്ട് അസൂയപ്പെടല്ലേ ആരും. നിങ്ങൾ പറയാളെ പറഞ്ഞിട്ട് പോ. നിങ്ങൾ ഫയറാ എന്താണ് പറ. ശക്തരായ തീപാറും ഗേൾസ് ടീമിൽ നിന്നും ഇതുപോലുള്ള ചാത്തൻ ഐറ്റംസ് ഇറക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ റിയൽ ആയിട്ടുള്ള കുറച്ച് വിട്ടിൽ പെർഫോമൻസുകളാണ്. വിട്ടിൽ, അതെ, കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടില്ല. പെർഫോമൻസ് വരുന്ന ശ്രീവിദ്യ. തീ തുപ്പുന്ന അഞ്ജന, തീ തുപ്പുന്ന മനോജേട്ടൻ, തീ തുപ്പുന്ന അരുൺ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. അപ്പൊ ഈ മനുഷ്യന്മാരിലെ ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് കിട്ടി കളിക്കാൻ വരുന്നത്. അതെ, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ചേച്ചി, ബാറ്ററി ഒന്ന് ചാർജ് ആക്കിക്കോ. എന്റെ തീ തുപ്പുന്ന ഈ വേണ്ട അല്ലേ, ബാറ്ററി ഓൺ ആണ്. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങളുടെ ശ്രദ്ധ ദാ നോക്കിക്കോ. തീ പാറുന്ന പെർഫോമൻസ്. നാടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാറ്റും വേണം. കേട്ട സ്നേഹിതരെ. ഹലോ സാറേ, ഞാൻ നമ്മുടെ സ്കൂളിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സാറേ, പ്രവേശനോത്സവമായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. അയ്യോ അങ്ങനല്ല, അനുവാദം കൂടാതെ വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. ഈ ഡ്രായിങ് പഠിപ്പിക്കുന്ന മനോജ് സാർ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? വരുന്നവരെ വരച്ച വരെ ഞാൻ നിർത്തും. സത്യത്തിൽ ഈ സ്കൂളിലെന്നല്ല എല്ലാ സ്കൂളിലും ഈ ഡ്രായിങ് സാർമാർക്ക് ഒരു വിലയുമില്ല. പക്ഷെ ഇവിടുത്തെ പിള്ളേരുണ്ടല്ലേ, ഞാനൊരു വര ഇങ്ങനെ വരച്ചാൽ അവന്മാര് ഇങ്ങനെ പോവും. അയ്യേ, ഞാനിതെന്തോ കാണുന്നേ? ഇന്ന് വരെ ഞാനിവിടെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. ആരാടാ ഈ വൃത്തിയാക്കിയിട്ട് മതിലിനകത്ത് ഈ വൃത്തികെട്ട പേരുകൾ എഴുതി വെച്ചത്? മനോജ് സാർ ഞാനാണല്ലേ. അഞ്ജന ടീച്ചർ ഇവിടുത്തെ PT ടീച്ചറും. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. സത്യത്തിൽ ഈ അഞ്ജന ടീച്ചറെ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ മതിൽ പ്രപ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ, അഞ്ജന ടീച്ചറെ രാവിലെ തന്നെ കുന്തത്തി കയറി എങ്ങോട്ട് പോന്ന്? പിടിച്ച് എന്റെ ടീച്ചറെ ഈ രാവിലെ ഈ ജാവലിംഗ് ത്രോ ആയിട്ട് ഇത് എങ്ങോട്ട് പോകുവാ? സാറേ, ഞാൻ ഇതും കൊണ്ട് പോന്നതല്ല, എറിഞ്ഞ ഫോഴ്സില് ഇത് എന്നെ കൊണ്ട് പോന്നതാ. അയ്യോ, വയ്യാത്ത പട്ടി കയ്യാല കയറരുത്, കയ്യാലയുടെ താഴെ നിന്നാ മതി കേട്ടാ. ടീച്ചറെ, മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. ഞാൻ ഇന്ന് വരെ എന്റെ ഒറ്റ പായൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. ടീച്ചറിട്ട പായൽ ഇങ്ങനെ കിടന്നിട്ടുമില്ല. സാറേ, സാറിന്റെ മനസ്സിലിരിപ്പ് നടക്കത്തില്ല. മനസ്സിലിരിപ്പല്ല ടീച്ചറെ, മതിലിരിപ്പ്. മതിലെ എന്തോ ഇരിക്കുന്നത്? അങ്ങോട്ട് നോക്ക്. മനോജ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. മനോജ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. മനോജ് സാറേ, മലന്ന് കിടക്കാതെ പായം ചുരുട്ടി അങ്ങ് എണീറ്റാട്ടെ. സാറേ, എന്നാലും പറ സാറേ, ആരാ ഈ മതിലി വൃത്തിയോട് ഇങ്ങനെ എഴുതി വെച്ചത്? ടീച്ചർ അതേതെങ്കിലും പിള്ളേർ എഴുതിയതായിരിക്കും. ഏതവനാന്ന് പറഞ്ഞാലും അവനെ ഞാനൊന്ന് ഷോർട്ട് പുട്ട് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തു. എന്റെ ടീച്ചറെ, പിള്ളേരുടെ ആഗ്രഹം നമുക്കങ്ങ് സാധിച്ചു കൊടുത്താലാ? പിള്ളേരുടെ ആഗ്രഹം പറയരുത് സാറേ, സാറിന്റെ ആഗ്രഹം പറയണം. എന്റെ ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരനല്ല, കല്യാണം നടക്കാത്ത മുതുക്കൻ. എന്നെ കളിയാക്കരുത്. ടീച്ചറിന് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ടീച്ചർ പണ്ട് ഷോർട്ട് പുട്ട് എടുത്തു പൊക്കാനാവതില്ലാതെ
സ്വന്തം കാലിലെടുത്തിട്ട് മുട്ടിന്റെ ചിരട്ട പൊട്ടി ആശുപത്രി കിടന്നപ്പോ ടീച്ചറിന്റെ മുട്ടിന് പാകമാകുന്ന കണ്ണൻ ചിരട്ടയുമായി ഞാൻ ആശുപത്രി വന്ന് നിൽക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ ടീച്ചറെ? Oh my God. പക്ഷേ മനോജ് സാറേ, സാറ് മാത്രമല്ലല്ലോ ഇവിടെ മനോജ് എന്ന പേരിലുള്ളത്. മലയാളം പഠിപ്പിക്കുന്ന മാഷിന്റെ പേരും മനോജ് എന്നാ. നല്ല മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാൻ ക്യാൻവാസ് ഒരുക്കിയിട്ട് എന്റെ ക്യാൻവാസ് കുത്തിക്കീറാമെന്ന മലയാളം മനോജ് സാഷേ. ഭ്രമമാണു പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ആഹാ, ഭ്രമമാണ് പ്രണയമെന്നും പറഞ്ഞ് എന്റെ അഞ്ജന ടീച്ചറെ തട്ടിയെടുക്കാമെന്ന കാവാലിക. വളരെ മനോഹരമായ പ്രണയ കവിത. ഇന്ന് പ്രണയത്തെ പറ്റിയിട്ട് വേണം എന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. മാത്രമല്ല എന്റെ പുതിയ സംരംഭമായ കണ്ണിമാങ്ങ അച്ചാറിനെ പറ്റിയിട്ടും അവരോട് ഇവിടുത്തെ സാറന്മാർക്കൊക്കെ കൊടുത്ത് എന്റെ പുതിയ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം. ഓ, നമസ്കാരമുണ്ടേ. അല്ല, കസവുമുണ്ട്. നമസ്കാരമുണ്ട് ഡ്രോയിങ് മനോജ് മാഷെ. നമസ്കാരമില്ല മലയാളം മനോജ് മാഷേ. ഭയങ്കര ചൂടിലാന്ന് തോന്നുന്നു. കണ്ണിമാങ്ങാച്ചാർ കൊടുത്ത് സൂചിപ്പിക്കാം. സാറേ, ഞാനൊരു സൂത്രം കൊണ്ടുവന്ന് കാണിക്കട്ടെ. കാണിക്കുന്ന എന്തിനാ? കണ്ടിട്ട് നിൽക്കുമല്ലോ ഞാൻ. ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ചെയ്തതാണത്. അത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. മനസ്സിലാക്കിയ സ്ഥിതിക്ക് സാറേ ഈ സ്കൂളിൽ എല്ലാവരോടും ഇത് പറഞ്ഞൊന്ന് പരത്തണം. ഞാനായിട്ട് എന്തിനു പരത്തണം? എഴുതി വെച്ചേക്കുമല്ലേ. പേരും കണ്ടോ? അങ്ങനെയാണെങ്കിൽ സാറേ, ഇത് എന്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തതാ. പക്ഷെ ഇത് എന്റെ അച്ഛൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ. ബിസിനസ് എന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് ഞങ്ങൾ ചെയ്തോണ്ട് വന്നതല്ലേ ഇത്. ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലോപ്പായി പോയി. ഇപ്പൊ ഞാനൊന്ന് പിടിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാ. അച്ഛനും അപ്പൂപ്പനും തുടങ്ങി വെച്ചത് ഫ്ലോപ്പ് ആയതിനു ശേഷം വീണ്ടും തുടങ്ങാനാണോടാ നീ എന്റെ അഞ്ജന ടീച്ചറെ വളച്ചെടുത്തത്? എന്തുവാ നിന്ന് പുറകുറുക്കുന്നേ? എന്താ തന്റെ ഉദ്ദേശം? ഉദ്ദേശം വിറ്റ് കാശാക്കണം. കൂടുതൽ ലാഭം കിട്ടുവാണെങ്കിൽ വിദേശത്തേക്ക് കയറ്റി അയക്കണം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇവനാ റാക്കറ്റിലെ കണ്ണിയാ. ഉളുപ്പുണ്ടോ? ചെറുതായിട്ട് കാണും. എന്തോന്ന് ഉളുപ്പ്? ഉളുപ്പാ? കണ്ണിമാങ്ങാച്ചാറല്ലേ? നല്ല പുളിപ്പോ ചെറിയ പുളിപ്പോ ഒക്കെ കാണും. എന്റെ പുതിയ സംരംഭം കണ്ണിമാങ്ങ അച്ചാറിന്റെ കാര്യമായിരുന്നു. പിന്നെ എന്തുവാന്ന് വിചാരിച്ച്? ഞാൻ വിചാരിച്ച അഞ്ജന അച്ചാറാന്ന്. അഞ്ജന അച്ചാറോ? അല്ല, അഞ്ജന ടീച്ചറിന്റെ കാര്യമാണ്. അഞ്ജന ടീച്ചറോ? സാറേ അങ്ങോട്ട് നോക്ക് സാറേ. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. അതിനെന്താ നല്ല കാര്യമില്ലേ? മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. അവന്റെ ചിരി കണ്ട, അവന്റെ ചിരി കണ്ട. എടാ മനോജ്, ഈ മനോജിന് ജീവനുണ്ടെങ്കിൽ ഈ മനോജിന്റെ ആഗ്രഹം നടക്കത്തില്ല. ഞാനിത് പ്രിൻസിപ്പാളിന് കംപ്ലൈന്റ് ചെയ്യൂടാ. മനോജ്, ഓടാ മനോജ്. മനോജ് സാർ. അയ്യോ ടീച്ചറെ, ഷോർട്ട് പുട്ട് ടീച്ചറെ കൊണ്ട് അങ്ങോട്ട് പോവാ. ഞാൻ ഈ വൃത്തിയോടെ എഴുതി വെച്ചവരെ എറിയാൻ വേണ്ടി കൊണ്ടുവന്നതാ. ടീച്ചറെ, ഇതിലെ മനോജ് സാറ് ഞാനല്ലേ ടീച്ചറെ? ഈ മനോജാണോ? ഈ മനോജ് എന്നാ തോന്നുന്നേ. കടവുളേ, പിടി. ഇതെന്തിനാ എന്റെ കൈ തന്നെ? ഇത്രയും ഭാരം വെച്ചോണ്ട് എനിക്ക് ഡയലോഗ് പറയാൻ പറ്റത്തില്ല. മലയാള സാറ് ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ സാറിന്റെ കണ്ടത്തിൽ നിന്നും മലയാള പദങ്ങൾ അനർഘ നിർഗളമായി പ്രവഹിക്കുന്നത് കണ്ട് ഞാൻ കോരിത്തരിച്ച് കൂട്ടുവായിട്ട് നിന്നിട്ടുണ്ട്. കേട്ടു നിന്നിട്ടുണ്ട്. ആ പുള്ളിക്ക് എന്താ? അത് തെറ്റിദ്ധരിക്കപ്പെട്ടവന്റെ അശരീരിയ. ടീച്ചറെ, സ്കൂൾ ഗ്രൗണ്ടിലെ ഗോൾ പോസ്റ്റിലെ വലയിൽ ടീച്ചറിന്റെ കാല് കുടുങ്ങി കിടന്ന് പിടഞ്ഞപ്പോ ചേര കുടുങ്ങി കിടന്ന് പിടയുന്നു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ഫയർഫോഴ്സിനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ആ കോള് വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ ടീച്ചറെ. എന്തോ കുത്തി പറയുന്ന പോലെ തോന്നുന്നില്ലേ? അതാ പുള്ളിക്കാരൻ കിട്ടാത്ത ട്രോഫി അപ്പീൽ കൊടുത്ത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ടീച്ചർ പറ. സാറ് കുട്ടികൾക്ക് നളന്റെയും ദമയന്തിയുടെയും കഥ പഠിപ്പിച്ചു കൊടുക്കുമ്പോ സാർ അതിലെ നളനും ഞാൻ ദമയന്തിയും ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഹലോ, എന്താണോ? നളനും ദമയന്തിക്കും ദൂതും കൊണ്ടുവന്ന ഹംസം. അറ്റത്തിരിക്കുന്ന ദൂതെടുത്ത് വായിച്ചു നോക്കണ.
ഹായ്, മനോഹരമായ കാർക്കൂന്തലിന്റെ ചിത്രം, മനോഹരമായ മുടിയിഴകൾ. ഇതാരുടെ കാർക്കൂന്തലാ സാറേ? കാർക്കൂന്തലല്ലടാ, നിന്നെ കലാപരമായിട്ട് ഞാൻ തെറി വിളിച്ചതാടാ. കലാപരമായിട്ടുള്ള തെറി എന്ന് പറയുമ്പോ മനസ്സിലായില്ല. സാറ് മലയാളം വിട്ട് തമിഴിലൊന്ന് ചിന്തിച്ചു നോക്കേ. ഞാൻ വരും. എന്തിന്? എടാ, നിങ്ങൾ ഇവിടെ നളന്റെയും ദമയന്തിന്റെ കഥ ഇപ്പൊ പറയുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ വരും. അതിന് അപ്പൊ ഏതായാലും ദർഭമുന കൊള്ളും. അത് കൊള്ളാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദർഭമുന കൊണ്ട എടുത്തു കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ. നീ പോടാ മനോജ്. നീ പോടാ മനോജ്. എടാ, ഈ എഴുതിയിരിക്കുന്ന മനോജ് ഞാനടാ. ഈ എഴുതിയിരിക്കുന്ന മനോജ് ഞാനാ. എടാ, ഈ മായ്ക്കാത്തോണ്ടാ എന്റെ മുഖം. എന്നാ ഈ ജായ്ക്കാത്തോണ്ടാ എന്റെ മുഖം. രണ്ടും ഒരുപോലെ എന്താ ഒരു PT ടീച്ചർ ഇവിടെ നിൽക്കുമ്പോ റഫറി ഇല്ലാത്ത മത്സരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി തുടങ്ങിക്കോ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചറെ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത ആളാ. മനോജ് സാറേ PhD എടുത്തിട്ടുണ്ടെന്ന്. എടാ, അങ്ങനെ പിച്ച് ഇട്ടെടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ കേറി പറിച്ചെടുക്കാനാണ് പാട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ മാങ്ങാ പറിക്കുന്ന കാര്യം പറയുന്നു. ടീച്ചറെ, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ട്. സാറേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ടെന്ന്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുറകെ പോരുന്ന MH ലിറ്റർ ഒറ്റയ്ക്ക് അടിച്ച കാര്യമായിരിക്കും പറയുന്നത്. നീ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടപ്പല്ലായിരുന്നെ ചൊല്ലു. കോളേജിൽ പഠിക്കുന്ന ആ ദിവസം മുതൽ ഇന്ന് വരെയും എന്റെ മനസ്സിൽ നളിനിയും ലീലയും വാസവദത്തയും ഒക്കെ ആയിരുന്നു. ടീച്ചറെ കേട്ട അവന്റെ മനസ്സ് നിറച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കും അവൻ. അതൊക്കെ ആശാന്റെ സൃഷ്ടികളാണോ? ടീച്ചറെ, ഇതൊക്കെ രഘുവാശാന്റെ പെമ്മക്കളാ. കുമാരനാശാനാണോ? ഏത് ആശാനായാലും മക്കള് പെണ്ണുങ്ങളാണോ? കുമാരനാശാൻ ആരാന്ന് അറിയാത്ത എവനെയൊക്കെ പിടിച്ച് ആരാ ചാറാക്കിയത്? ഡ്രോയിങ് സാറേ, മലയാള സാറ് ഒരു മാർക്കിന് സ്കോർ ചെയ്ത് നിൽക്കുവാണ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടുപേരും കവിത ചൊല്ലി സാറേ. എനിക്ക് കവിത പാടാനൊക്കെ അറിയാം. എന്തോ അറിയാം? മറ്റേ പുള്ളിയുടെ മാമ്പഴം പാടിയാലോ? മറ്റേ പുള്ളിയുടെ വള്ളിപ്പുള്ളി വൈലോപ്പള്ളിയാണോ? അത് തന്നെ. പാടട്ടെ? പാട് പാട് പാട്. കിട്ടുന്നില്ല. പിച്ചല്ല, നിനക്ക് നല്ല അടിയിട്ട് മൈലപ്പള്ളിയുടെ കവിത പാടാ. മൈലപ്പള്ളിയുടെ കവിത 3, 4. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും ജാക്കിളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും ജാക്കിളി നാളാണ്. മൈലപ്പള്ളി എന്ന് പറഞ്ഞപ്പോ പാലാപ്പള്ളിയും കൊണ്ട് വന്നേക്കുന്നത്. ഞാനങ്ങനെ ഇറങ്ങത്തില്ല. അഞ്ജന ടീച്ചർ എന്റെ ആളാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെ ആളാ. അഞ്ജന ടീച്ചർ എന്റെയാന്ന് പറഞ്ഞില്ലോ. ടീച്ചർ പറഞ്ഞോണ്ട് നിർത്തി. വഴക്ക് നിർത്താനല്ല, എന്നെ താഴെ നിർത്ത്. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിയ ഞാൻ ഇതിൽ ആരെ സ്വീകരിക്കും? സൂര്യനും സ്വന്തം, ചന്ദ്രനും സ്വന്തം, സ്വന്തം. മോഹൻലാലൊക്കെ, മമ്മൂട്ടി ഓക്കെ. ജൂഹിച്ചോളെ ഇച്ചിരി കടുത്തു പോയില്ലയോ? എനിക്ക് ജൂഹി ചളുപിള മതി. നിർത്തുന്ന എങ്ങനെ നിർത്തും? ഇതിവിടെ വെച്ചിരിക്കുന്ന കാലത്തോളം ഈ വഴക്ക് തീരത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ വലിച്ചു. മനോജ് സാറേ, ഹരീഷ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. കണ്ടോ സാറേ, എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയല്ലയോ ഹരീഷ് സാറിന്റെ പേരും എന്റെ പേരും കൂടെ മതിലിൽ എഴുതി വെച്ചേക്കുന്നേ. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം സാറേ. എന്തുവാ ഇത്? കണക്ക് പഠിപ്പിക്കുന്ന ഹരീഷ് സാറാണോ ഇവിടുത്തെ പ്രിൻസിപ്പൾ ഹരീഷ് സാറാണോന്ന്? മനോജ് സാറേ, നമുക്കങ്ങ് പോവാം. ഇനി ആ ഹരീഷ് സാറുമാര് തമ്മിൽ അങ്ങ് ആയിക്കോളും. എന്നാ പിന്നെ ബാ പോവാം. മനോജ് സാറന്മാരെ, എന്തോ ഇതിപ്പോ ഞാൻ പെട്ടുപോയല്ലോ സാറന്മാരെ. എന്തോ പറ്റി? ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞ എല്ലാ ഡയലോഗും ഇനി ഞാൻ ആ ഹരീഷ് സാറുമാരോടും പറയട്ടെ. എന്നാ പിന്നെ ഇതങ്ങ് പിടിച്ചോ. എന്തിനാ? ആരമുള്ള സാധനം കയ്യിലിരുന്ന ഡയലോഗ് പറയണ്ടല്ലോ. വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ട സ്നേഹിതരേ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഗേൾസ് ടീമിന്റെ കിടിലം പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ ഇവിടെ ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് ബോയ്സ് ടീമിന് ഗേൾസ് തൂക്ക് ഗൈസ്. ഗേൾസ് ഏത് വാര്യർ? മഞ്ജു വാര്യർ അല്ലടാ, മധു വാര്യർ. ഞങ്ങൾ ഇവിടെ AK-47 ഇറക്കിയപ്പോ നിങ്ങൾ ഓലപ്പടക്കം എടുത്ത് എറിയുന്നു. ഞങ്ങളൊരു ടീമിനെ ഇറക്കി. അതില് ഞങ്ങളുടെ ഗേൾസ് ടീമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. അത് കിടിലൻ കാഴ്ചവെച്ച ഞങ്ങളുടെ അഞ്ജനയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ്. ആ അഞ്ജനയ്ക്കൊപ്പം അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത എന്റെ അരുണിനും മനോജണ്ണനും ഞങ്ങളും മറ്റേ അത് കൊടുക്കും.
അത് മാത്രമല്ല അരുണും മനോജേട്ടനല്ല തൽക്കാലം ലാലേട്ടനും മമ്മൂക്കയും. അതെ. എന്നാ ഞങ്ങളുടെ ജൂഹി ചവള. ആരും തമ്മിൽ ചാവരുത്. ഒരു സെക്കൻഡ്. ചേച്ചി പറ, ഇന്നത്തെ ഈ സ്കിറ്റില് ആരാ ഇന്ന് അഞ്ജന തൂക്കി. എന്തൊരു തേപ്പ് പാട്ടിയായിരുന്നു ഇത്. സൂപ്പർ, ഭയങ്കര നമ്മൾ ആ തീരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അഞ്ജന ചെയ്യും, അല്ലാതെ അഞ്ജനയ്ക്ക് ആരെയും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. സൂപ്പറായിരുന്നു അഞ്ജന. ആ ഒരു സ്റ്റൈൽ, ആ ഒരു ബോഡി ലാംഗ്വേജ് സൂപ്പർ. അതിന് പക്ഷെ നിങ്ങൾ രണ്ടുപേരും, നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക, എന്താണ് ടു ഗുഡ്. പിന്നെ നിങ്ങളെ തന്തന താന എത്ര പ്രാവശ്യം ഇതിന്റെ മുമ്പേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തന്തന താന നടന്നുണ്ടോ? പുള്ളിയുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ ഈ പവർഫുൾ ഒരു സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കൂ. പൈസ കൊടുക്കട്ടെ. രണ്ടായിട്ട് ഇവിടെ ചേച്ചി ചില്ലറ ഇട്ട് നല്ല പൈസ ഞാൻ മണി എടുത്ത് കൊടുക്കും. പൈസ ഇതാ. Credited. All the best. Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amardhaveni Lice Kit, co-powered by Rajakumari Group. നിങ്ങളവിടെ ഉണ്ടല്ലേ? നമ്മളൊന്നും കേട്ടില്ല. അല്ലല്ല, ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് നീ എപ്പിസോഡിന്റെ തുടക്കം മുതലും ഇപ്പോഴും അറിയും, ഇനിയും അറിയും, അടുത്തതാ ജസ്റ്റ് അറിയാൻ പോവാണ്. എന്നതാ? നിങ്ങള് പെൺമടയിൽ നിന്നും, അങ്ങനെയല്ലേ പറയുന്ന, പെൺപടയിൽ നിന്നും നിങ്ങൾ ഓരോന്ന് ഇറക്കുമ്പം ഞങ്ങൾ ആണുങ്ങളുടെ മടയിൽ നിന്നും ഞങ്ങൾ ഇറക്കുന്നത് ഒരു പെൺപുലിയാണ്. അതിന് ഞങ്ങൾ വേണ്ടി വന്നു. അതിന് നിങ്ങൾ ആരെയല്ലല്ലോ ഇറക്കുന്നത്. പിന്നെ ഈ ഫ്ലോറിൽ വന്ന് ഒരുപാട് വട്ടം നമ്മളെ ഞെട്ടിച്ച ഒരു പെൺപുലി. ഈ ഒരു പെൺപുലി ഉണ്ടല്ലോ, എനിക്കൊരു പഴഞ്ചൊല്ലിന്റെ ബാക്കപ്പിലാണ്ട് വിളിക്കാൻ പറ്റില്ലെങ്കിലേ 1000 കെട്ടിന് അരച്ചെത്ത് ചെത്ത് സാധനം. ഇന്ന് ഇവിടത്തെ ഫംഗ്ഷന് നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ എന്റെ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. ഈ ബാഗിൽ ഇരിക്കുന്നത് പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ഒരു പ്രൊഡക്റ്റിന് 2 മാർക്ക്. 1, 2, 3, 4, 5, 6. ഇന്ന് എനിക്ക് കുറെ മാർക്ക് അങ്ങ് കിട്ടും. ശേഖ ചേച്ചി, നമ്മുടെ ഫ്ലോറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഫ്ലോർ ക്ലീനർ. ഇതുകൊണ്ട് ഫ്ലോറിലെ അഴുക്ക് മാത്രമല്ല, ഇവരെല്ലാം പറയുന്ന ചെളിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചുള്ളത് ഒരു മുളക് പൊടിയാ. അത് നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിനല്ല, ചില കാബാലികന്മാരുടെ കണ്ണിലിടാനാ. വല്ലാത്ത ഭാരം. ഞാനേ കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിൽ വന്നായിരുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ കണ്ടപ്പോ എങ്ങനെ സ്വീകരിച്ചത്? നല്ല ചിരിച്ച മുഖത്തോടെ. ആ ഫ്രണ്ടിലിരിക്കുന്ന അമ്മച്ചി എന്നെ കണ്ട ഉടനെ ഉണങ്ങാനിട്ട റബ്ബർ ഷീറ്റും കൊട്ടപ്പാക്കും എടുത്തോണ്ടൊരു ഓട്ടം. പിന്നെ ഇവരുടെ കൊട്ടപ്പാക്ക വിറ്റിട്ട് വേണല്ലോ എനിക്ക് കൊട്ടാരം പണിയാൻ. അല്ല പിന്നെ ചേച്ചി, നമ്മള് ആൺകുട്ടികൾക്ക് കല്യാണത്തിന് മുമ്പും പെൺകുട്ടികൾക്ക് കല്യാണത്തിന് ശേഷവും അത്യാവശ്യമായി വേണം എന്ന് തോന്നുന്നൊരു സാധനമാണ് ഒരു ജോലി. ചെറുതിലെ എന്റെ ആഗ്രഹം അതായിരുന്നു, ഒറ്റക്കാലി നിക്കണോന്നുള്ളത്. പക്ഷേ ചുരിദാറിന്റെ പാന്റ് ഇടുമ്പോഴല്ലാതെ ഒറ്റക്കാലി നിൽക്കാൻ എനിക്ക് ഇന്നുവരെ പറ്റിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്റെ വീട്ടുകാരാ. പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആയതുകൊണ്ട് അവരെനിക്ക് പറക്കാൻ ചിറകൊക്കെ തന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പരുന്തിന്റെ ഒക്കെ സൈസ് ചിറകാണെങ്കിൽ എനിക്ക് കിട്ടിയത് വീട്ടിലെ കോഴിക്കും താറാവിനൊക്കെ ഉള്ള പോലത്തെ ചിറക. വീട്ടുവളപ്പിന്ന് വല്ലപ്പോഴും പൊങ്ങി പുറലോകം കാണുക, താഴുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് +2 കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയപ്പോ നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന 2 ചെടികളാണ്. ഒന്ന് ആ ഒറ്റയ്ക്ക് പോകുന്ന പെണ്ണ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു നന്മ മരവും, മറ്റൊന്ന് അതെന്റെ അവസരമാന്ന് പറയുന്ന ഒരു മരവാഴയും. ഈ രണ്ടും എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവരെ ഫോളോ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് എന്റെ പഠിത്തം നിർത്തി. സത്യം പറഞ്ഞ പ്രേരണ പോയിട്ട് പേരെന്നാന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു ചേട്ടൻ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഒരു 6-6 അടി പൊക്കം, വെളുത്ത മുടി, വെളുത്ത നിറം, ചുരുണ്ട മുടി, പിന്നെ ചിരിക്കുമ്പോ ഈ കവിളിലൊരു നുണക്കുഴി, പിരികത്തിന്റെ ഇവിടെയായിട്ടൊരു മറുക്,
നമ്മളെ ഒന്നും ശ്രദ്ധിച്ചല്ലോ കേട്ടോ ശ്രീവിദ്യയെ, നമ്മളിത് വല്ലതും ശ്രദ്ധിക്കുവോ? പക്ഷെ എന്റെ വീട്ടുകാർ ശ്രദ്ധിച്ചു. അങ്ങനെ എന്റെ അമ്മയുടെ സുഹൃത്തും എന്റെ വഴിമുടക്കിയുമായ അയലത്തെ സുശീലാന്റിയുടെ നിർദ്ദേശപ്രകാരം എന്റെ പഠിപ്പ് നിർത്തി PSC ക്ലാസ്സിന് കൊണ്ട് ചേർത്തു. ഈ സുശീലാന്റിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ എനിക്ക് നല്ല പേര് കിട്ടിയാലേ എന്റെ വീട്ടുകാർ ഹാപ്പി ആവുള്ളൂ. പക്ഷെ ഈ ആന്റിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയോ ചേച്ചി? ഞങ്ങളുടെ വീട്ടിലെ കോഴിക്ക് വരെ പുള്ളിക്കാരിയെ പേടിയാ. 6 മണിക്ക് മുമ്പ് കൂട്ടി കയറിയില്ലെങ്കിലോ അപ്പുറത്തെ വീട്ടിലെ പൂവനുമായിട്ട് കൊത്തിപ്പറക്കുന്നതോ കണ്ട ആ കോഴിക്ക് വരെ അവിഹിതം എന്ന് പറയും ഈ പുള്ളിക്കാരി. ഇവരെ പേടിച്ച് എന്റെ പെടക്കോഴി ഇപ്പൊ മുട്ട പോലും ഇടാറില്ല. ഇവരൊരു ജോത്സ്യനാണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജോത്സ്യന്മാര് ജാതകം നോക്കിയിട്ട് ഭാവിയിൽ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് പറയും. ഇവര് പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിയിട്ട് ഭാവിയിൽ വഴിതെറ്റി പോവോ ഇല്ലയോ എന്ന് പറയും. 80 വയസ്സായ എന്റെ അമ്മൂമ്മ റൗക്കായിട്ട് ഇരിക്കുന്നതിന് അമ്മയോട് ചെന്ന് പറയാ തള്ളയുടെ പോക്കത്ര ശരിയല്ല. അങ്ങനെ PSC ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം എന്ന് പറഞ്ഞവളുമാരൊക്കെ അവിടെയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പവറേ. നമുക്കൊക്കെ ഈ കളക്ടർക്ക് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ കത്തെഴുതാൻ അറിയാം, പക്ഷെ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് അറിയില്ല. ബാങ്ക് കോച്ചിങ്ങിന് പോയി ബാങ്ക് എക്സാം എഴുതാൻ അറിയാം, ബാങ്കിൽ ചെന്നൊരു ഫോം പൂരിപ്പിക്കാൻ അറിയില്ല. എന്തിന്? ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി വേണം. ആധാർ കാർഡ് വേണമെങ്കിൽ മൊബൈൽ നമ്പർ വേണം, മൊബൈൽ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെ PSC ക്ലാസ്സിൽ ചെന്നപ്പോണ്ട് ആദ്യത്തെ ചോദ്യം, രാഘവന്റെ ചേട്ടന്റെ അനിയന്റെ ഭാര്യയുടെ മോളാണ് രമയെങ്കിൽ രമയും അപ്പുറത്തെ വീട്ടിലുള്ള സതീശനും തമ്മിലുള്ള ബന്ധം എന്ത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആലോചിച്ചാൽ തന്നെ ഞാൻ വഴിതെറ്റി പോകും. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നില്ല. വേറൊരു തരം ചോദ്യമാണ്, ഒരുത്തൻ 5 ലിറ്റർ പാലിൽ 10 ലിറ്റർ വെള്ളം ചേർക്കുന്നു, മറ്റൊരുത്തൻ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. ഇതൊക്കെ എന്നോട് നിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാറ് പറയാ നിങ്ങൾക്ക് പ്രശ്ന പരിഹരണ ശേഷിയും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാനാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സാറിന്റെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുവോ? ഇമാതിരി PSC പഠിച്ച പിൻവാതിൽ നിയമനം പോയിട്ട് മതിൽ ചാടിപ്പോലും ഒരു നിയമനം കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പഠിപ്പം നിർത്തി. അപ്പോൾ ഉടനെ തന്നെ വീട്ടുകാർ എന്നെ പിടിച്ച് കെട്ടിച്ചു. അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട എനിക്ക് കിട്ടിയത് ഒരു സാമ്പത്തിക ജീവിതമായിരുന്നു. ഞാൻ പുള്ളിയെ കെട്ടിയത് കുടുംബിനിയായിട്ട് ജീവിക്കാനാണെങ്കിൽ പുള്ളി എന്നെ കെട്ടിയത് കുടുംബശ്രീന്ന് ലോൺ എടുക്കാനാ. ആ ലോണാണ് ഇപ്പൊ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബശ്രീന്ന് മാത്രമല്ല, കിട്ടാവുന്നതൊക്കെ പുള്ളി ലോൺ എടുത്തിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു ഈ ലോകം മുഴുവൻ നിന്റെ കൈ കൊണ്ട് തരുമെന്ന്. എന്നിട്ട് എനിക്ക് തന്നത് 2 പിള്ളേരെ. ചോദിച്ചപ്പോ പറയാ മക്കളല്ലേടി നമ്മുടെ ലോകം. പിന്നെ ഞാൻ ലോകത്തെ കുറിച്ച് ചോദിക്കാൻ നിന്നില്ല. അതുപോലെ കല്യാണത്തിന് മുമ്പ് റേഷൻ കടയിൽ ചെന്നാൽ പോലും മിനിമം 50 രൂപയ്ക്ക് മിഠായി മേടിക്കുന്ന എന്നെ ലുലു മാളിൽ കൊണ്ടുപോയിട്ട് 5 രൂപയുടെ മുട്ടായി പോലും വാങ്ങിക്കാതെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് സ്വന്തമായിട്ട് ജോലിയും പൈസയുള്ളതിന്റെ വില എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ജോലി അന്വേഷിച്ചു. ഇപ്പതേ ഇവിടെ എത്തി. ഈ ആണുങ്ങൾ ജോലിക്ക് പോകുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത്. ആണുങ്ങൾക്ക് ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. രാവിലെ വീട്ടിലെ പണി മോർണിംഗ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് റെഗുലർ ഷിഫ്റ്റ് ജോലിക്ക് പോയെടുത്ത പണി, വീണ്ടും തിരിച്ചു വന്ന് നൈറ്റ് ഷിഫ്റ്റ് വീട്ടിലെ പണി, ഇതിന് പുറമെ ചില ദിവസം ഓവർ ടൈമും. ഒരു ഫ്രീ വൈഫൈ പോലെയാണ് പലരും വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നത്. പരമാവധി ഊറ്റും. വൈഫൈക്ക് വരെ ഒരേ സമയം 3 ഡിവൈസേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ വൈഫിന് വീട്ടിലെ എല്ലാ ഡിവൈസും കൺട്രോൾ ചെയ്യണം. ഈ ജോലി തിരക്കിനിടയ്ക്ക് ഭർത്താവിനെ ഒന്ന് സഹായിക്കാൻ വിളിച്ച അമ്മ പറയും ഞാൻ എൻ്റെ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയതാ, പൊന്നുപോലെ നോക്കിയതാന്ന്. പിന്നെ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അമ്മമാര് ഫ്ലിപ്കാർട്ടിൽ ഓഫർ സെയിലിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണല്ലോ. ഈ ഭർത്താക്കന്മാർ ഓഫീസിൽ പോകുന്നത് ഒരു 30 സെക്കൻഡ് റീല് പോലെയാണെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകുന്നത് ഒരു മെഗാ സീരിയൽ പോലെയാ. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുമ്പോൾ സാറ് പറയും വർക്കിൽ ഫോക്കസ് ചെയ്യും, വർക്കിൽ ഫോക്കസ് ചെയ്യുന്നു. എങ്ങനെ ഫോക്കസ് ചെയ്യും? കണ്ണടച്ചാ തേങ്ങയും മാങ്ങയും തക്കാളിയും ഒക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. സാറ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒന്നും, HR എന്ന് പറയുമ്പോൾ അച്ചാർ എന്നൊക്കെ എനിക്ക്. ശരിക്കും പറഞ്ഞാ ഞങ്ങളെ പോലുള്ളവരുടെ ജീവിതം ഉണ്ടല്ലോ, ഈ ദൃശ്യം സിനിമയിലെ വരുണിന്റെ ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളില്ലാതെ കഥ മുന്നോട്ട് പോവോ? ഇല്ല. നമുക്ക് വല്ല റോളുണ്ടോ? അതും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയാന്ന്. എന്നല്ല, സ്ത്രീകളെക്കാൾ കുറച്ചുകൂടി ശക്തരാവേണ്ടത് പുരുഷന്മാരാ. ഈ ശക്തിയല്ല, ഈ ശക്തി. പുരുഷന്മാർക്ക് മനസ്സിന് കട്ടി കുറവാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മായിയുടെ മൂക്കുത്തി കളഞ്ഞു പോയിട്ട് പുള്ളിക്കാരി കല്ല് പോലെ നിന്ന്. അതേ ദിവസം അമ്മാവന്റെ മൂക്കൂടി കാണാനില്ലെന്നും പറഞ്ഞ് 5 വയസ്സായ കുഞ്ഞിനെ പോലെ നെഞ്ചത്തടിച്ചാണ് കരഞ്ഞത്. കഴിഞ്ഞ വർഷം ടൂറിന് ചെന്നപ്പോ കോവളം ബീച്ചിലെ മദാമ്മമാരൊക്കെ ചുരിദാർ ഇട്ടോണ്ട് വന്നു എന്ന് വെച്ച് പുള്ളിക്കാരൻ 6 മാസം ഡിപ്രഷനിലായിരുന്നു. ഈ ആണുങ്ങളുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തും, പക്ഷേ അലക്കിയിട്ട് അവന്റെ നിക്കർ എവിടെയെന്ന് കണ്ടെത്തണമെങ്കിൽ സ്വന്തം അമ്മയോ ഭാര്യയോ വരണം. എന്തിനേറെ പറയുന്നു, ലോകത്തെ എല്ലാ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവും, പക്ഷെ കൂടെ താമസിക്കുന്ന സ്വന്തം ഭാര്യയുടെ മനസ്സ് പലപ്പോഴും അറിയണമെന്നില്ല. ഞങ്ങളിങ്ങനെ പരാതിയും പരിഭവവും പറയുമെങ്കിലും എല്ലാ ജോലിയും അങ്ങ് ചെയ്യും.
ശമ്പളം ഇല്ലെന്ന് വെച്ച് വീട്ടിലെ ജോലിക്ക് ഒരു കുറവുമില്ല, ശമ്പളം തന്നില്ലെങ്കിൽ രാജിവെച്ച് പോകത്തൂല്ല. പക്ഷെ ഞാൻ ഈ ജോലി രാജിവെക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാരും ഓരോ പ്രൊഡക്റ്റ് വെച്ച് അങ്ങ് എടുക്കണം. അപ്പൊ എങ്ങനാ ഓരോ പ്രൊഡക്റ്റ് അങ്ങ് എടുക്കട്ടെ? വേണ്ടേ? താങ്ക് യു. അടിപൊളിയായിരുന്നു ലിയ. ശരാശരി സ്ത്രീകളുടെ പച്ചയായ ജീവിതമായിരുന്നു നീ പറഞ്ഞത്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നല്ലായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡന്റ് ലിയ പറഞ്ഞത് ഐ തിങ്ക് എവിടേക്കോ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. സ്പെഷ്യലി അയൽവക്കത്തെ സ്ത്രീകളുടെ പറ്റി പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും എവിടേക്കോ അത് അനുഭവിച്ച ഒരു കാര്യം. അവരെ തൃപ്തിപ്പെടുത്തുക, അല്ലാതെ അവരുടെ കാര്യങ്ങൾ അവർ വന്ന് പറയണ കാര്യങ്ങൾ നമ്മുടെ പേരൻസ് അതിന് വേണ്ടി യുനോ ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഡേന്റെ ദിവസം നമ്മൾ സാരി ഉടുത്ത് സ്കൂളിൽ പോവില്ലേ, അതിന് കണ്ടിട്ട് നമ്മുടെ നെയ്ബർ ആന്റി വന്നിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഷൂ എന്ത് സുന്ദരിയാണ്, കല്യാണം കഴിപ്പിക്കാനല്ലേ തോന്നുന്നു അല്ലേ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, പോയിട്ട് നീ നിന്റെ ഡ്രസ്സ് ഇട്. അന്ന് എനിക്ക് തോന്നിയതാണ് എന്തൊരു ഒരു നമ്മളൊരു ഡ്രസ്സ് മാറി പിടിച്ച അപ്പോൾ അതിനൊരു അഭിപ്രായം ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ ഓർത്തത്. ലിയ ബ്യൂട്ടിഫുൾ ഒബ്സർവേഷൻ, ജീവിതത്തിന്റെ ഒരു ഒബ്സർവേഷൻ ലിയ സൂപ്പർബായിട്ട്. എല്ലാ സ്ത്രീകളും നമ്മൾ കളിയാക്കല്ല, അത് ഓരോ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് എവിടേക്കോ നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഒരു ലിയ നമ്മളെ വിട്ടു. ചേച്ചി ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ നാട്ടിൽ ആദ്യമായിട്ട് ജീൻസ് ഇടുന്ന ടീമിലുള്ള ആളാണ് ഞാൻ. അതായത് ആദ്യമായിട്ട് നാട്ടിലിടുന്നത് നമ്മളാണ്. അപ്പൊ ആദ്യമായിട്ട് ജീൻസ് ഇട്ടിട്ട് അപ്പൊ ഇത്രക്കുള്ള ടോപ്പാ ഇടുക. അപ്പം അത് പ്രശ്നമാണെന്നും പറഞ്ഞ് വീട്ടിലിങ്ങനെ എല്ലാവരും വന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് എനിക്ക് ക്യാബിൻ ക്രൂ ആവണമെന്ന് പറഞ്ഞ് ഏവിയേഷന് ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരുമായിട്ട് നാട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പാണ്. ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ചെറിയ സ്കേർട്ട് ഇടണം, അതിനേക്കാളും മോശം പെൺകുട്ടികൾക്ക് വരാനൊന്നുമില്ല എന്നും പറഞ്ഞ് എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവസാനം എൻ്റെ അച്ഛൻ പഠിക്കാൻ അയച്ചു. സിനിമയിലേക്ക് വന്നപ്പോൾ എൻ്റെ നാട്ടുകാരെല്ലാവരും അല്ല കേട്ടോ, ചിലർ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചിലർ വന്നിട്ട് പറഞ്ഞു ഇനി നശിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നശിച്ചല്ലോ, ജീൻസ് ഇട്ടപ്പോൾ ഒരിക്കൽ നശിച്ച്, കേട്ടിട്ടപ്പോൾ ഒരിക്കൽ നശിച്ച്, അപ്പൊ പിന്നെ നോക്കണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ കുറച്ചുകൂടെ അവർക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതിനും വിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഞാൻ ലിയ ഒരു കാര്യം പറയാം, ജീവിതത്തിൽ സ്ത്രീകളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഉത്തരം എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. നമുക്ക് പേരും പ്രശസ്തിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങളാണെങ്കിലും നമ്മുടെ അയൽവക്കത്തെ ആൾക്കാരും എല്ലാം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതുവരെയ്ക്കും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഞണ്ട് പോളിസിയാണ്, എങ്ങനെ വലിക്കാൻ പറ്റും അതാണ്. സോ എന്തായാലും ലിയ, വെൽക്കം അഗൈൻ ടു കോമഡി മാസ്റ്റർ. ലിയ അടിപൊളിയായിരുന്നു. ലിയ ഇനിയും ഇതുപോലത്തെ റിലേറ്റബിൾ ടോപ്പിക്സ് ആയിട്ട് വരണം. കാരണം ഇങ്ങനത്തെ ചില കാര്യങ്ങളെ നമുക്ക് അവിടെ ഇവിടെ ഇല്ലാണ്ട് പറയാൻ പറ്റുന്നത് ലിയയിലൂടെയാണ്.
വെൽക്കം ടു 2 അടിപൊളി. ആ ലാസ്റ്റ് ആ ട്വിസ്റ്റ് കിട്ടില്ലെന്ന് പറഞ്ഞാ കിടിലൻ twist. നമ്മൾ എങ്ങനെ എത്തിച്ച് ഐ ലവ് യു. ഒരുപാട് പേരോട് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഇതുവരെ ആദ്യം പറഞ്ഞിട്ട്. അതെ, നിങ്ങൾ ആ ഹാൻഡ് ജെസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ആ എൻഡിങ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഊർജം വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു ഊർജം ഉണ്ട്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം ചെയ്യാം, അവര് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കണ്ടേ? പിന്നെ പോയാലോ? ശ്വേത ചേച്ചി, Yes. 2 ടൈറ്റിൽസ് ഉണ്ട്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ഈ 2 ടൈറ്റിലാണ് നമുക്ക് ഇന്ന് കൊടുക്കേണ്ടത്. അപ്പൊ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു ദക്ഷ ഡാൻസ് മഞ്ചേരി. അപ്പൊ ചേച്ചി, അടുത്ത ടൈറ്റിൽ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. അനു മേനോന് അത് കൊടുക്കണം. ഈ എപ്പിസോഡ് കണ്ട മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നേ ചെയ്യാവൂ. കേരളത്തിൽ മുഖ്യമന്ത്രി വന്ന പോലെ. അതാ കുട്ടിയെ കൊടുത്താൽ മതി. വേണ്ട അതാണ് അനൂപേട്ടന്റെ ഒരു മനസ്സ്. ആ മനസ്സാണ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഇന്നത്തെ തലമുറ. ഇനി മുതൽ വി വിൽ ബ്രഷ് our teeth before we sleep. എല്ലാവരും ഉണ്ടോ? എല്ലാ കുട്ടികളും ഉണ്ടോ? ദക്ഷ ഡാൻസ് മഞ്ചേരിയിലെ കുരുന്നുകൾക്കാണ് കിട്ടിയിരിക്കുന്നത് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ഉണ്ടടാ, എല്ലാം ഒളിപ്പിച്ചു വെച്ചോ, അല്ലെങ്കിൽ അനൂപ് മേനോൻ അടിച്ചു. വില്ലി വൈറ്റിൽ പോലും വേണ്ട. ഒരു സെക്കൻഡ്, ആ കവറിനകത്ത് ഇല്ലാന്നായിരുന്നോ വിചാരിച്ചേ? സാധനം ഇല്ലേ? അപ്പൊ എന്താ ശ്വേത ചേച്ചി പറഞ്ഞേ? ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കോ? എന്നിട്ട് ഇതേ ചിരി ഇങ്ങനെ കാണിച്ചെങ്കിൽ കൊച്ചുങ്ങൾ നന്നായിട്ട് പല്ല് തേക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരെ പഠിപ്പിക്കുന്നു പല്ല്. ശരി കാരണം എല്ലാം പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് പ്രിയ പ്രേക്ഷകരെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ആൻഡ് ഞങ്ങൾ ഇതേ ടീം ഒരു വരവും കൂടി വരും. അതിലേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.